ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് എൻ്റെ. അല്ല, നമുക്ക് യൂസ് ചെയ്യാതിരിക്കാനേ പറ്റില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എൻ്റെ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ സമയം, എൻ്റെ ഫോണ്, അങ്ങനെ എൻ്റെ എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാം? എൻ്റെ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇംഗ്ലീഷിൽ നമുക്ക് മൈ എന്ന് പറയാം. മൈ. അതായത് പലർക്കും കൺഫ്യൂഷനാണ്. എൻ്റെ എന്നുള്ളതിനാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. അല്ല, എൻ്റെ എന്നുള്ള വാക്കിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന വേർഡാണ് മൈ, MY, മൈ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ പേര് രേവതി എന്നാണ്. ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയും? എൻ്റെ പേര് രേവതി എന്നാണ്. മൈ നെയിം ഈസ് രേവതി എന്ന് പറയാം. അപ്പം എൻ്റെ എന്നുള്ളതിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് മൈ എന്നാണ്. അടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഞാൻ, അല്ലേ? ഞാൻ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? നമുക്ക് ഐ എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ രേവതിയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ആം രേവതി എന്ന് പറയും. അപ്പം ഞാൻ എന്നുള്ളതിന് ഐയും എൻ്റെ എന്നുള്ളതിന് മൈ എന്ന വാക്കുമാണ് യൂസ് ചെയ്യുന്നത്. അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നീടായാലും റെഫർ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്കാണ് എന്നെ. ഈ വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. എന്നെ, എന്നോട്. ഉദാഹരണത്തിന് അവൻ എന്നെ വിളിച്ചു, അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്ക് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് മീ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ എന്നെ വിളിച്ചു, ഹി കോൾഡ് മീ. ഇനി എന്നോടെന്നാവുമ്പോഴോ, ഉദാഹരണത്തിന് അവൻ എന്നോട് പറഞ്ഞു, ഹി ടോൾഡ് മീ. അപ്പോൾ എന്നോട്, എന്നെ എന്നീ വാക്കുകൾക്ക് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് മീ. ഇനി അടുത്ത വാക്കാണ് എൻ്റേത്. എൻ്റേത് എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് എൻ്റേതാണ്, ആ ബുക്ക് എൻ്റേതാണ്, ആ പേന എൻ്റേതാണ്. അപ്പോൾ എൻ്റേത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? നമുക്ക് മൈൻ എന്ന് പറയാം. മൈൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് എൻ്റേതാണ്. ഇതെങ്ങനെ പറയും? ഇറ്റ് ഈസ് മൈൻ. അല്ലെങ്കിൽ ആ പേന എൻ്റേതാണ്, ദാറ്റ് പെൻ ഈസ് മൈൻ. അപ്പോൾ എൻ്റേത് എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന വാക്കാണ് മൈ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വാക്കാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ. ഇത് രണ്ടിനും ഇംഗ്ലീഷിൽ ഒരേ അർത്ഥം തന്നെയാണ്, ഒരേ വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നീ എന്നുള്ളതും നിങ്ങളെന്നുള്ളതും. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് യു. അതായത് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് യു എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നീ എൻ്റെ സുഹൃത്താണ് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമുക്ക് ഇങ്ങനെ പറയാം, യു ആർ മൈ ഫ്രണ്ട് എന്ന് പറയാം. ഇതേപോലെ കുറേ ആളുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ കേസിലും നമ്മൾ എന്താ? യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യു ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത വാക്കാണ് നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ. നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമുക്ക് യോർ എന്ന് പറയാൻ പറ്റും. യോർ എന്ന് വെച്ചാൽ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിന്റെ പേന യോർ പെൻ, നിങ്ങളുടെ പേന യോർ പെൻ. അത് രണ്ടും ഒരേപോലെയാണ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിന്റെ പേരെന്താണ്? വാട്ട് ഈസ് യോർ നെയിം? വാട്ട് ഈസ് യോർ നെയിം? ഇതിപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് വരുവാണെങ്കിലും വാട്ട് ഈസ് യോർ നെയിം എന്നേ വരുള്ളൂ. അപ്പം നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യോർ എന്ന ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന വാക്കാണ് നിന്നെ. നിന്നെ എന്നുള്ള വാക്കിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യു എന്ന് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നീ, നിങ്ങൾ, അതുപോലെ തന്നെ നിന്നെ എന്നുള്ളതിന് നമ്മൾ യു ആണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. അവൻ നിന്നെ വിളിച്ചു, അവൻ നിന്നെ വിളിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി കോൾഡ് യു എന്ന് പറയും. ഹി കോൾഡ് യു. അപ്പം നിന്നെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. നിന്റേത്. നിന്റേത്. ഇത് നിന്റേതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. അപ്പം നിന്റേത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് യോസ് എന്നാണ്. യോസ്. അതായത് യോറിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് യോസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇത് നിന്റേതാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ദിസ് ഈസ് യോസ്. ദിസ് ഈസ് യോസ്. ഓക്കെ. ഇനി അടുത്ത വാക്ക് അവർ. അവർ. അവർ എന്നുള്ളത് എന്താ? നമ്മൾ മാറി നിൽക്കുന്ന കുറച്ച് ആളുകൾ നോക്കിയിട്ട് അവരെന്ന് പറയത്തില്ലേ? ആ അവർ തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അവരെന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? നമ്മൾ ദേ എന്ന് പറയും. ദേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ദേ ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പം അവരെന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ദേ എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അവരുടെ. അവരുടെ. അവരുടേത് എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അവരുടെ. അവരുടെ. ഉദാഹരണത്തിന് അവരുടെ വീട്, അവരുടെ കാറ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാര്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവരുടെ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ദെയർ എന്ന് പറയാവുന്നതാണ്. ദെയർ. അപ്പം അവരുടെ വീടെന്ന് എങ്ങനെ പറയും? ദെയർ ഹൗസ്. അവരുടെ കൂട്ടുകാര് ദെയർ ഫ്രണ്ട്സ്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇത് അവരുടെ കാറാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ദിസ് ഇസ്
their car എന്ന് പറയാൻ പറ്റും. This is their car. ഇത് അവരുടെ കാറാണ്. ഇനി അടുത്ത വാക്കാണ് അവരെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ അവരെ വിളിക്കൂ എന്നൊക്കെ. അപ്പോൾ ഈ അവരെ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? അവരെ എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ദം എന്ന് പറയാവുന്നതാണ്. ദം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരെ വിളിക്കൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? കോൾ ദം എന്ന് പറയാം. സോ അവരെ എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ദം എന്ന് പറയാവുന്നതാണ്. ഇനി അടുത്ത വാക്കാണ് അവരുടേത്. അവരുടേത്. അവരുടേത് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക? theirs എന്ന് പറയാം. theirs. ഫോർ എക്സാമ്പിൾ, അത് അവരുടേതാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അത് അവരുടേതാണ്. ഇറ്റ് ഈസ് theirs അല്ലെങ്കിൽ ദാറ്റ് ഈസ് theirs എന്ന് പറയും. അപ്പം അവരുടേതാണ് എന്ന് പറയാനായിട്ട് നമ്മൾ theirs എന്ന വാക്കാണ് യൂസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇതേപോലത്തെ വാക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഈ വാക്കിന് എന്താ ഇംഗ്ലീഷിൽ പറയാം, അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ അതിന് ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സഹായിക്കും. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണിതെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇന്ററാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.